പാപികൾക്കായ ഒരു ചുവന്ന റോസാപ്പൂ. പാപികളായ സ്ത്രീ പുരുഷന്മാരെ, നിങ്ങളെക്കാൾ വലിയൊരു പാപിയായ ഞാൻ നിങ്ങൾക്ക് ഈ റോസാപ്പൂ, നമ്മുടെ കർത്താവിൻ്റെ അമൂല്യ രക്തം അതിന്മേൽ പതിച്ചിട്ടുള്ളതിനാൽ രക്തവർണ്ണമാർന്ന ഒരു റോസാപ്പൂവ് നൽകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പൂവ് നിങ്ങളുടെ ജീവിതത്തിന് യഥാർത്ഥ സൗരഭ്യം പകരും. എല്ലാറ്റിനുമുപരി നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആപത്തിൽ നിന്ന് അത് നിങ്ങളെ രക്ഷിക്കും. അവിശ്വാസികളും അനുതാപരഹിതരായ പാപികളും നിത്യവും ഇപ്രകാരം വിലപിക്കുന്നു. വാടും മുമ്പേ പനിനീർമുട്ടുകൊണ്ട് കിരീടമണിയാം. എന്നാൽ നമ്മുടെ വിലാപം ഇങ്ങനെയായിരിക്കണം: പരിശുദ്ധ ജപമാലയുടെ പനിനീർ പൂക്കൾ കൊണ്ട് നമുക്ക് കിരീടമണിയാം. അവരുടെ റോസാപ്പൂക്കൾ നമ്മുടേതിൽ നിന്ന് എത്രമാത്രം വിഭിന്നമാണ്! വളരെ പെട്ടെന്ന് വാടി അഴുകിപ്പോകുന്ന ജഡത്തിൻ്റെ സന്തോഷങ്ങളും ലൗകിക ബഹുമതികളും നശ്വരമായ സമ്പത്തുമാണ് അവരുടെ റോസാപ്പൂക്കൾ. എന്നാൽ നമ്മുടെ റോസാപ്പൂക്കൾ ഭക്തിയോടെ നാം ആവർത്തിച്ച് ചൊല്ലിയിട്ടുള്ളതും പ്രായശ്ചിത്ത പ്രകരണങ്ങൾ നാം കൂട്ടിച്ചേർത്തിട്ടുള്ളതുമായ സ്വർഗസ്ഥനായ പിതാവേയും നന്മ നിറഞ്ഞ മറിയമേയുമാണ്. അവ ഒരിക്കലും വാടുകയോ നശിക്കുകയോ ഇല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും അവ ഇന്നായിരിക്കുന്നത്രയും അനുപമ സൗന്ദര്യമുള്ളവയായിരിക്കും. പാപികളുടെ റോസാപ്പൂക്കൾ റോസാപുഷ്പങ്ങളെപ്പോലെ കാണപ്പെടുന്നുവെന്ന് മാത്രമേയുള്ളൂ. യഥാർത്ഥത്തിൽ ജീവിതകാലത്ത് മനസ്സാക്ഷിയിൽ നൊമ്പരങ്ങൾ നൽകിക്കൊണ്ട് അവരെ കുത്തിനോവിക്കുന്ന, മരണസമയത്ത് തീവ്ര ദുഃഖത്താൽ അവരെ കുത്തിപ്പിളർക്കുന്ന, നിത്യതയിൽ ഇനിയും കൂടുതൽ മോശമായി തീർന്നുകൊണ്ട് കോപത്തിൻ്റെയും നിരാശയുടെയും ജ്വലിക്കുന്ന അസ്ത്രങ്ങളായി മാറുന്ന ക്രൂരമായ മുള്ളുകളാണവ. പക്ഷേ നമ്മുടെ റോസാപുഷ്പങ്ങൾക്ക് മുള്ളുകളുണ്ടെങ്കിൽ അവ യേശുക്രിസ്തുവിൻ്റെ മുള്ളുകളാണ്. അവിടുന്ന് അവയെ പനിനീർ പൂക്കളാക്കി മാറ്റുന്നു. നമ്മുടെ റോസാപ്പൂക്കൾ നമ്മെ കുത്തിനോവിക്കുന്നുവെങ്കിൽ അത് കുറച്ച് സമയത്തേക്ക് മാത്രമാണ്. നമ്മിലെ പാപരോഗം സുഖമാകുവാനും നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാനും വേണ്ടി മാത്രമാണത്. അതുകൊണ്ട് തീർച്ചയായും നാം ഉത്സാഹപൂർവം സ്വർഗത്തു നിന്നുള്ള ഈ റോസാപ്പൂക്കളാൽ സ്വയം കിരീടമണിയണം. നിത്യവും ജപമാല മുഴുവനും, അതായത് 5 രഹസ്യങ്ങളുടെ 4 കൊന്തകൾ ചൊല്ലണം. അവ പുഷ്പങ്ങൾ കൊണ്ടുള്ള 4 ചെറിയ റീത്തുകൾ അല്ലെങ്കിൽ കിരീടങ്ങൾ പോലെയാണ്. ഇപ്രകാരം ചെയ്യുന്നതിന് 2 കാരണങ്ങളുണ്ട്. പ്രാഥമികമായി യേശുവിൻ്റെയും മറിയത്തിൻ്റെയും 3 കിരീടങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടി. 1. യേശുവിൻ്റെ മനുഷ്യാവതാര സമയത്തെ അവിടുത്തെ കൃപയുടെ കിരീടം. 2. അവിടുത്തെ പീഡാനുഭവ സമയത്തെ മുൾക്കിരീടം. 3. സ്വർഗത്തിൽ അവിടുത്തെ മഹത്വത്തിൻ്റെ കിരീടം. പിന്നെ സ്വർഗത്തിൽ പരിശുദ്ധ തൃത്വം മറിയത്തെ അണിയിച്ച 3 മടക്കുകളുള്ള കിരീടം. രണ്ടാമതായി യേശുവിൽ നിന്ന് മറിയത്തിൽ നിന്നും നമുക്കും 3 കിരീടങ്ങൾ ലഭിക്കേണ്ടതിനായി നമ്മളും ഇത് ചെയ്യണം. ആദ്യ കിരീടം നമ്മുടെ ജീവിതകാലത്ത് ലഭിക്കുന്ന പുണ്യകിരീടമാണ്. രണ്ടാമത്തേത് മരണസമയത്ത് ലഭിക്കുന്ന സമാധാന കിരീടം. മൂന്നാമത്തേത് സ്വർഗത്തിലെ മഹത്വത്തിൻ്റെ കിരീടം. നിങ്ങൾ മരണം വരെയും വിശ്വസ്തതാപൂർവം ജപമാല ചൊല്ലുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൂർണ്ണ ഉറപ്പു തരുന്നു, നിങ്ങളുടെ പാപങ്ങളുടെ ഗൗരവം പരിഗണിക്കാതെ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ നിത്യനാശത്തിൻ്റെ വക്കത്താണെങ്കിലും നിങ്ങളുടെ ഒരു പാദം നരകത്തിലാണെങ്കിലും മന്ത്രവാദികൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ സ്വന്തം ആത്മാവിനെ പിശാചിന് വിറ്റിട്ടുണ്ടെങ്കിൽ പോലും, നിങ്ങൾ പിശാചിനെ പോലെ മർക്കടമുഷ്ടിയായ ഒരു പാഷണ്ഡിയാണെങ്കിലും ഒടുവിൽ ഒരു ദിവസം നിങ്ങൾ മാനസാന്തരപ്പെടും.
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തും. നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുകയും ചെയ്യും. എന്തു ചെയ്യുന്നുവെങ്കിൽ ഇനി ഞാൻ എഴുതുന്നത് നന്നായി അടയാളപ്പെടുത്തുക. സത്യം അറിയുന്നതിനും നിങ്ങളുടെ പാപങ്ങൾക്ക് പശ്ചാത്താപം